ഹസീന തിരിച്ചു വരുമോ? അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. തിരിച്ചു വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നമ്മുടെ ഒരു കൈക്രിയൊക്കെ വേണ്ടി വരും. നമ്മുടെ കാർന്നവരതിന് തയ്യാറാണോ എന്നുള്ളതാണ് ഒറ്റ ചോദ്യം. കാർന്നവരുടെ പോളിസി പോലെ ഇരിക്കും. കാർന്നവർ ഹസീന അവിടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ ഒരു 48 മണിക്കൂർ മതി ഇന്ത്യക്ക് അവിടെ ഹസീനയെ വയ്ക്കാൻ പറ്റും. ബട്ട് വെച്ച് പിന്നീട് ഉണ്ടാകുന്ന ആ അലമ്പിനുമൊക്കെ നമ്മൾ സമാധാനം പറയണം. അപ്പോൾ അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൽ ഇടപെടാൻ മടിക്കുന്നത്. അവിടെ തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി വരണം, എന്നാൽ മാത്രമേ ഒരു സപ്പോർട്ട് ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുള്ളൂ. അത് സപ്പോർട്ട് ഇപ്പോൾ ഈ പല രീതിയിൽ നമ്മളിപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ, ഫോർമലിയും ഇൻഫോർമലിയും. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് യൂനിസ് വന്നു കഴിഞ്ഞപ്പോൾ ISI യൂനിസിന് വേണ്ടിയിട്ട് ഇടപെടുന്നുണ്ട്. സോ വി ആർ ഗോയിങ് ബിറ്റ് സ്ലോ. ഏതായാലും ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ താമസിപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് അവിടെ താല്പര്യമുണ്ട് എന്നുള്ളത് വ്യക്തമായി. അല്ലെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ചേച്ചി ഇവിടെ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞാൽ അവർ വേറെ എവിടെയെങ്കിലും പോകും. അവരാദ്യം സെലക്ട് ചെയ്ത രാജ്യം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കും ആശ്വാസമായതിന്, കാരണം ഇത് ഒരു അപകടമാണല്ലോ ഇങ്ങനൊരു സ്ത്രീയെ നമ്മൾ വെച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ അവർ വല്ല പോളണ്ടിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോകേണ്ടി വന്നേനെ, പോവുകയും ചെയ്തേനെ. ബട്ട് അതിൽ നിന്ന് മെസ്സേജ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ലെഫ്റ്റ് ബംഗ്ലാദേശ്, ബംഗ്ലാദേശിനെ അതിൻ്റെ വിധിക്ക് വിട്ടു എന്നാണ് അതിനർത്ഥം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശരി ചേച്ചി നമ്മുടെ പ്ലെയിനിലല്ലേ കൊണ്ടുപോകും, എയർഫോഴ്സിൻ്റെ പ്ലെയിനിലാണ് കൊണ്ടുവരും. ബോർഡർ വരെ മറ്റവർ കൊണ്ടുവന്നാക്കി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമ്മുടെ എയർഫോഴ്സിൻ്റെ പ്ലെയിനിലാണ്. രാജകീയമായിട്ട് ഭംഗിയായിട്ട് ഇപ്പോൾ അവർ സുരക്ഷിതരായിട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മെസ്സേജ് പോയത് നമുക്ക് ബംഗ്ലാദേശിൽ താല്പര്യമുണ്ട്, വേണ്ടി വന്നാൽ ഇടപെടാൻ നമുക്ക് എളുപ്പമാണെന്നേ. 48 മണിക്കൂർ മതി ഇടപെടാൻ. പക്ഷേ ഇടപെട്ട് കഴിഞ്ഞുള്ള ദുരിതമുണ്ടല്ലോ, അത് കുറേ വർഷം നിലനിൽക്കും. ഈ ചക്കപ്പശയിൽ തൊടുന്ന പോലെയാണ്. തൊട്ട് നമ്മൾ കുഴപ്പമില്ലാന്ന് തോന്നി ഉടനെ ഈ വിരലിലായി, ഒന്ന് മണത്ത് നോക്കുമ്പോൾ മൂക്കിലായി, തുടച്ച് കഴിയുമ്പോൾ ഇവിടെയായി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സർവാംഗമായി. ഇങ്ങനെയാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സർവാംഗം ചക്കപ്പശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് കാരണവർ മടിക്കുന്നത്. എന്ത് വേണം